ഹലോ, നമസ്കാരം. അപ്പോ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ബ്ലസി ചിത്രം, പൃഥ്വിരാജ് ബ്ലസി ചിത്രം ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അതായത് വളരെയധികം വായനക്കാര് മലയാളക്കരയിൽ വായിച്ചിരിക്കുന്ന ഒരു നോവലും ഹിറ്റ് നോവലും കൂടിയാണ് ബെന്യാമിന്റെ ആടുജീവിതം. ഇപ്പൊ ഞാനൊക്കെ വായിച്ച് നല്ല എന്താ പറയാ ഒരു വല്ലാത്തൊരു രീതിയിലായിട്ടുണ്ട്. കാരണം ഓരോ സെഗ്മെന്റ് വായിക്കുമ്പോഴും ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു വായിക്കുന്നതിന്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ തെളിയുന്ന രീതിയിലാണ് ബെന്യാമിന്റെ ആടുജീവിതത്തിലെ പുസ്തകത്തിലൊക്കെ ഉള്ളത്. കാരണം ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങളെ വായിക്കാറുള്ളൂ, അതിലൊന്നാണ് നമ്മുടെ ആടുജീവിതം. അപ്പൊ അതില് നമുക്ക് ഒരുപാട് എന്താ പറയാ വളരെ നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാടുണ്ട്. അതായത് ഒരു വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു നോവലിനെ സിനിമയാക്കുമ്പോ സിനിമേനെ ഒരു ആസ്വാദന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് എന്താ പറയാ കടമ്പകളുണ്ട്. അതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെങ്ങനെ ഈ സംവിധായകർ അല്ലെങ്കിൽ ഈ സിനിമയുടെ ടീം നല്ല രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മാർച്ച് 28-ാം തീയതിയാണ് അതിന് റിലീസ് പറഞ്ഞിരിക്കുന്നത്. അന്ന് നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഇതിലൊക്കെ ഓരോ സീനുണ്ട്. അതായത് ഈ ആടുകളുടെ ഇടയിൽ ഈ ജീവിക്കുന്ന ഒരു സീൻ അതിലുണ്ട്. അതേപോലെ മരുഭൂമിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി വേറൊരാളും കൂടി രക്ഷപ്പെടുത്തുന്ന ഒരു സമയത്ത് മൂന്നാളും കൂടി ഓടുമ്പോൾ വെള്ളം കിട്ടാതെ അറിയുന്ന ഒരു അവസ്ഥയും ആ മൂന്നാമത് ചെറിയൊരു പയ്യനെ രക്ഷിക്കുന്ന ഒരു സമയത്ത് അവര് കാണിച്ചു കൂട്ടുന്ന എന്താ പറയാ ഒരു വിഭ്രാന്തി പിടിച്ച രീതിയിലുള്ള ഒരു അവസ്ഥകളൊക്കെ നമുക്ക് നമ്മുടെ ചിത്രത്തിൽ നമ്മളിലുണ്ട്. അതെന്നെയായിരിക്കുമോ ഈ സിനിമയുടെ സംവിധായകർ ഒരുക്കി വെച്ചിരിക്കുന്നതോ അതോ ഇപ്പോ എന്താ പറയാ റിയൽ സ്റ്റോറി അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു നോവലിനെ സിനിമയാക്കുമ്പോ പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മതിലുകൾ പോലെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്ലസിയാണ് സംവിധായകൻ. ബ്ലസിയുടെ നമ്മൾ ഈ തന്മാത്ര എടുത്താലും കാഴ്ചയെടുത്താലും ഒക്കെ ഒരു ഇതിന്റെ മനുഷ്യന്റെ ഒരു ഇമോഷണൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കണം ഈ സിനിമയുടെ മേക്കിംഗ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 6 വർഷമായി ഷൂട്ടിംഗ്. അതിന് 2020 കോവിഡിന്റെ സമയത്ത് ആ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് പൃഥ്വിരാജൊക്കെ വലിയ രീതിയിൽ വണ്ണം കുറയ്ക്കുകയോ വണ്ണം കൂട്ടുകയോ അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ എഫേർട്ട് ഇതിൽ എടുത്തിട്ടുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും സിനിമ കണ്ടിട്ട് എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ട്രെയിലർ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ട്രെയിലറിനെ പറ്റി ഒന്ന് നമുക്ക് സംസാരിക്കാം. ആടുകളുടെ ഇടയിൽ ആ ഒരു സീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മരുഭൂമിയിലൂടെ ആവുന്ന ആ ഒരു സീനൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇത് വെള്ളത്തിലൊക്കെ എടുക്കുന്ന ഒരു സീനുണ്ട്. അത് ആ നോവലില് നമ്മൾ വായിച്ചപ്പോ കണ്ടിട്ടില്ല. അത് ഇനി എന്താണെന്നുള്ളത് സിനിമ കണ്ടാലാണ് അറിയുള്ളൂ. ഇപ്പൊ പൃഥ്വിരാജിനുണ്ടോ അതേപോലെ ആ മരുഭൂമിയില് വെള്ളം കിട്ടാതെ അറിയുന്ന ഒരു പ്രാന്തനെ പോലെയൊക്കെ തന്നെ ആ ഒരു നമ്മളെന്താണോ ആ വായിക്കുമ്പോ ആ ജീവിതത്തിലെ അതിന്റെ അത് തന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മരുഭൂമിനെ ഓടുന്ന രംഗം अंदर से कोई बाहर ना जा सके. റഹ്മാനാണ് അതിന്റെ മ്യൂസിക്. അപ്പൊ അവസാനം മ്യൂസിക് കൊണ്ട് എത്തിക്കുന്ന തന്നെ നല്ലൊരു എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ മാസം 2024 വർഷത്തിൽ ജനുവരി ആയാലും ഫെബ്രുവരി ആയാലും മലയാള സിനിമയിലെ തന്നെ ഒരു വളരെ മികച്ച ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ 2 മാസം ഇറങ്ങിയിരുന്നത്. അതില്
പ്രമേഹം, അഭിപ്രായമല്ലു അല്ലെങ്കിൽ അന്വേഷിപ്പിക്കും കണ്ടെത്തും, മൂസ്ലർ, അതേപോലെ മഞ്ഞുമൽ ബോയ്സ്. ഇതൊക്കെ എന്താ പറയാ 50 കോടിക്ക് മേലെ കളക്ഷൻ നേടി കൊടുത്തിരുന്ന സിനിമകളാണ്. മലയാള സിനിമ കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് വളരെ പിന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥയില് തമിഴ് സിനിമയിൽ നിന്ന് ഒരുപാട് പഴി കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും മലയാള സിനിമ എന്താ പറയാ ഇന്ത്യൻ സിനിമയുടെ ഒരു വലിയ നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം തുടർച്ചയായി നല്ല നല്ല പടങ്ങൾ ഈ മാസം മാർച്ച് മാസത്തിൽ നമുക്ക് ഒരു പക്ഷെ ഒരു നല്ല പടം നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ അടുത്ത് ഇറങ്ങിയ അതായത് റിയൽ സ്റ്റോറി ആയിട്ട് ഇറങ്ങിയ തങ്കമണിയൊക്കെ നമ്മള് കണ്ടതാണ്. ഒരു എന്താ പറയാ വലിയ ഒരു നല്ല മികച്ച ഒരു സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അതൊരു എന്താ തങ്കമണി ഇൻസിഡന്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന, അതായത് കേരളക്കരയെ പിടിച്ചൊരുക്കിയൊരു കേസ് അതിനൊരു സിനിമയാക്കുമ്പോ അതിനൊന്നും ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷെ ഇത് വയ്ക്കും. പക്ഷെ ഇത് മാർച്ച് മാസത്തിൽ ആ കുറവ് നികത്താനായിട്ട് എനിക്ക് തോന്നുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ആ ജീവിതം ചർച്ചയാവുന്ന തന്നെയാണ്. കാരണം അത് ചർച്ച ആവേണ്ടതായിട്ടുള്ള ഒരു കഥ അതിലുണ്ട് ഓൾറെഡി. അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തതും ബെന്യാമിൻ തന്നെയാണ്. അപ്പോ ആ എഴുത്തുകാരൻ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളത് ഈ സിനിമയെ എന്താ പറയാ വീണ്ടും ഒന്നും കൂടി എന്താ പറയാ അതിനൊരു മികവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്തായാലും മാർച്ച് 28 നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന മലയാളക്കരയിലെ ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കാവുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ആടുജീവിതത്തിനെ മാറ്റാം. കാരണം ബ്ലെസ്സിയുടെ ചിത്രമാണ്, ഇതുവരെയുള്ള ബ്ലെസ്സിയുടെ ചിത്രമൊക്കെ കമേഴ്സ്യൽ എലമെന്റിനേക്കാൾ ഉപരി എന്താ പറയാ അതിന്റെ കണ്ടന്റ് എന്താണോ അതിന്റെ ആ ഒരു കണ്ടന്റ്, ആ കണ്ടന്റിനെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് പറ്റിയിരിക്കുന്ന ഒരു സംവിധായകനാണ്. കാഴ്ച അതേപോലെ തന്മാത്രയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു എങ്ങനെയായിരുന്നു അതിന്റെ മേക്കിംഗ് എന്നുള്ളത്. ആ ലെവലിലേക്ക് തന്നെ ഇതും എത്തും തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം ബ്ലെസ്സിയുടെ ആണെങ്കിലും പൃഥ്വിരാജിന്റെ ആണെങ്കിലും കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് മൂവി ആയിട്ട് ആടുജീവിതം മാറും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. ബാക്കി നമുക്ക് എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.